ഞങ്ങൾ അദാനിയെ കൂട്ടിച്ചേർത്ത് ഏതെങ്കിലും ലാഭം ഉണ്ടാക്കാനോ അദാനിയെ നന്നാക്കി കൊണ്ടുപോകുന്ന വീക്ഷണത്തിലല്ലല്ലോ നമ്മൾ ഇതിനകത്ത് ഇടപെടും. ഇവിടെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന രൂപത്തിൽ UDF ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു കരാർ. ആ കരാർ ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ തന്നെ കരാറിൻ്റെ ഉള്ളടക്കത്തെ ഞങ്ങൾ എതിർത്തിരുന്നു. ആ കണ്ടീഷൻ നിങ്ങൾക്കും അറിയാം, നാട്ടിൽ മീഡിയ തന്നെ അത് പരസ്യപ്പെടുത്തിയിരുന്നു. നമുക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്നതായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയ കരാർ. എന്നാൽ ഇൻ പ്രിൻസിപ്പിൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആകാം എന്നതിനോട് നമ്മൾ യോജിച്ചു. 2016 പിണറായി ഗവൺമെൻറ് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു തറക്കല്ല് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ആരംഭം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ 96 നയനാർ ഗവൺമെൻറ് കാലത്തെ ആശയം, പിന്നീട് VS ഗവൺമെൻറ് കാലഘട്ടത്തിൽ പോർട്ടിൻ്റെ കമ്പനി ഉദ്ഘാടനം ചെയ്തു. 2010 ആഗസ്റ്റ് 11 അവർ ടെൻഡർ ചെയ്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. അവസാനം പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ 2015 അദാനിയായി ബന്ധപ്പെട്ട കരാറുണ്ടാകുന്നത്. ആ കരാർ അനുസരിച്ച് നമുക്ക് വൻ നഷ്ടമുണ്ടാകുമായിരുന്നു. എന്നിരുന്നാലും 2016 പിണറായി വിജയൻ ഗവൺമെൻറ് വന്നപ്പോൾ ആ കാര്യത്തിൽ ഇനിയും പൊളിച്ചെഴുതാൻ പോയാൽ സംഭവം നടക്കാതെ വരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എത്രയും വേഗം പദ്ധതി നടക്കണമെന്ന കാഴ്ചപ്പാടിൽ അതിനോട് യോജിച്ചു. അപ്പോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ ഒരു പങ്കാളി അദാനി തന്നെയാണ്. അതിൽ നമുക്കുള്ള 5595 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്, ഏതാണ്ട് പദ്ധതിയുടെ 65% സംസ്ഥാന ഗവൺമെൻറ്. ബാക്കി വരുന്നതിൽ കേന്ദ്രം തരുന്ന 817.80 BGF ഒഴിച്ച് അത് ലോണാണ്. ബാക്കി പൈസ മുഴുവൻ അദാനിയുടേതാണ്. 175 കോടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ വന്നിട്ടുള്ളത് അവരുടേതാണ്. അപ്പോൾ ഇതിനകത്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഒരു പാർട്ട്ണറാണിപ്പോൾ. അതേസമയത്ത് ഈ പാർട്ട്ണറെ എന്നും നിലനിർത്തുന്നതല്ല നമ്മൾ പൊളിച്ചെഴുതിയ കരാർ. നമ്മൾ പൊളിച്ചെഴുതിയിട്ടുള്ള കരാർ അനുസരിച്ച് ഇപ്പോൾ പുതിയതായി സപ്ലിമെൻ്ററി കരാർ ഉണ്ടാക്കി കൺസെഷനുമായിട്ട് അതിനകത്ത് വന്നിട്ടുള്ളത് 2028 കൂടി 2, 3, 4 ഘട്ടം പൂർത്തീകരിക്കുന്നു. അതേസമയത്ത് മുമ്പുണ്ടാക്കിയിരുന്നത് 40 മുകളിൽ പോകും, 45-ലെത്തും. മാത്രമല്ല നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ 20 കഴിയണമായിരുന്നു, 20 വർഷം കഴിയണമായിരുന്നു. ഇപ്പം നമ്മൾ പൊളിച്ചെഴുതി കരാർ അനുസരിച്ച് 2034 മുതൽ നമുക്ക് റിട്ടേൺ വരികയാണ്. 1. 2028 അത് കമ്മീഷൻ ചെയ്ത് നമ്മൾ പൂർണ്ണതയിലെത്തിക്കുന്നു. ഈ 2 കാര്യമാണ് LDF ഗവൺമെൻറ് അവരുമായി ചേർന്ന് പൊളിച്ചെഴുതിയ കരാർ, സപ്ലിമെൻ്ററി കരാർ. അപ്പോൾ ഈ കരാർ അനുസരിച്ച് ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ അദാനിയുടെ വിഹിതം തീർന്നു കഴിഞ്ഞാൽ അവർ സ്ഥലം വിട്ടു പോകണം. പോർട്ട് പിന്നെ നമ്മുടേതായി, സംസ്ഥാന ഗവൺമെൻറ്റേതായി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് ഇത്രയധികം പണം മുടക്കി ഒരു പോർട്ട് ഉണ്ടാക്കുന്നത്. അതേസമയത്ത് നമുക്കൊരു പാർട്ട്ണർ വന്ന് നേരത്തെ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റ് നമ്മൾ പൊളിച്ചെഴുതിയില്ല. അതൊരു പാർട്ട്ണർ എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ, അത് നമ്മൾ അംഗീകരിച്ചു കൊണ്ടല്ലേ നിൽക്കുന്നത്. അതേസമയത്ത് അവർ കാണുന്ന രൂപത്തിൽ അവരെ വളർത്താൻ വേണ്ടി അവർക്ക് ചൂഷണം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി ചങ്ങാത്തി മുതലാളിത്തത്തിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുപോലെ അല്ല LDF ഗവൺമെൻറ് നയം. 957 EMSൻ്റെ ഗവൺമെൻറ് വന്നപ്പോഴും കേരളത്തിൽ മാവൂരിൽ ബിർളയെ ഗോളയർ റേൺസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്ന് അവർക്ക് കൊടുത്തിരുന്ന റോ മെറ്റീരിയൽസ് എല്ലാം സബ്സിഡി കൊടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഫാക്ടറി ആരംഭിച്ചത്. അന്നും ഇതുപോലെ വിവാദം ഉയർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരിങ്ങനെ കൊണ്ടുവരാമോ. അന്ന് EMS അതിന് നല്ല ഭംഗിയായി മറുപടി പറഞ്ഞിരുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവരെ വളർത്താനല്ല, അവരെ പ്രയോജനപ്പെടുത്തി ഈ വ്യവസായം ഇവിടെ വരുമ്പോൾ കേരളത്തിനുണ്ടാകുന്ന സാമ്പത്തികവും തൊഴിൽപരവും സാമൂഹികമായ നേട്ടങ്ങളാണ് ഞങ്ങൾ കണ്ടത്. ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ അവരിവിടുന്ന് വിട്ടുപോകും, നമ്മുടെ കയ്യിലിരിക്കും ഇതെല്ലാം. ആ രൂപത്തിലുള്ള കരാറോ ആ സാഹചര്യങ്ങളോ ഉണ്ടാക്കുന്ന രൂപം ഇന്നും നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നമ്മൾ ഈ കാര്യത്തിൽ ഇൻ പ്രിൻസിപ്പിൾ ഈ കരാറിൽ ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് പോയിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് അതിൻ്റെ പരാമർശം. അല്ലാതെ അദാനിയെ നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ അവരുടെ മുതലാളിത്ത രീതിയും അത് BJP ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി കുറേ ശിങ്കിടികളെ വളർത്തിയെടുക്കുന്ന ശിങ്കിടി മുതലാളിത്തം, അതല്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വീക്ഷണം. സംസ്ഥാന ഗവൺമെൻറ് ഇത് പകൽ പോലെ ജനങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ഒന്നും ഒളിച്ചു വയ്ക്കുന്ന കരാറിൻ്റെ മുഴുവൻ A to Z കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇച്ഛാശക്തിയുടെ രൂപമാണ് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന പോലെ. യാഥാർത്ഥ്യബോധത്തോടെ ഈ പ്രശ്നത്തെ സമീപിച്ചാൽ ഈ കാര്യത്തിൽ 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഇത് കമ്മീഷൻ ചെയ്യാൻ കഴിയും. അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവം കാണുന്നില്ല. അദ്ദേഹം ചിന്തിക്കുന്ന പോലെ അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും CPIയും ഈ കാര്യത്തിൽ ചിന്തിക്കുന്നത് എന്ന് മാത്രമാണ് നമുക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. മറ്റ് പ്രസംഗത്തിലൊരു കാര്യം, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാവും തരൂരുമുണ്ട്. ഇപ്പോൾ ഇത്തരക്കാർക്ക് നിദ്രാവിഹീനങ്ങളായ രാത്രിയായിരിക്കും ഈ ഉദ്ഘാടനം എന്ന് പറയുന്നത്. അപ്പോൾ ആ രാത്രി രാഷ്ട്രീയ പ്രതികരണം അത് ഈ ഉദ്ഘാടന വേദിക്ക് ഉചിതമായോ? ഇല്ല, ഉദ്ഘാടന വേദിയിൽ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, വികസനത്തിൽ രാഷ്ട്രീയമില്ല. അത് ശശി തരൂരും പറഞ്ഞു. അതാണ് നിങ്ങൾ കാണേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വികസനത്തിൻ്റെ രംഗത്ത് ഒരു രാഷ്ട്രീയവും കണ്ടില്ല. യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയമാക്കിയും വിവാദമാക്കിയതും പ്രതിപക്ഷമാണ്. അതിലെല്ലാവരും പോയില്ല.
യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ ക്ഷണിച്ചില്ലെന്നായിരുന്നു ആദ്യം. ഈ തിരിച്ചു വന്ന ലിസ്റ്റ് വേണം ഇത് എൻ്റെ ഇരിക്കുന്ന 9ാമത്തെ പേരായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ പേരിൽ നിശ്ചയിച്ചിരുന്നത്. ഈ വിവരം അതനുസരിച്ച് പ്രസംഗിക്കണോ വേണ്ടായോ തീരുമാനിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് അല്ല. അത് നിങ്ങൾക്കെല്ലാം അറിയാം, അദ്ദേഹത്തിനും അറിയാവുന്നതാണ്. ഒരു പ്രധാനമന്ത്രി വരുന്ന സ്റ്റേജിൽ ആരൊക്കെ പ്രസംഗിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് തീരുമാനിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ആകെ 2 പേർക്ക് പ്രസംഗിക്കാനും എനിക്ക് സ്വാഗതം പറയാനുള്ള അവസരം, അങ്ങനെ 3 പേർക്കേ പ്രസംഗിക്കാനുള്ള അവസരം തന്നുള്ളൂ. അപ്പോൾ പിന്നെ അതിനെ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? അദ്ദേഹത്തിൻ്റെ പേരെഴുതി അയച്ചിരുന്നു, അതിന് തിരിച്ച് മറുപടി വന്നു. അത് കൃത്യമായി വിവരങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഏതായാലും അത് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട MP ശശി തരൂർ വന്നു, അതുപോലെ സ്ഥല MLA വിൻസെൻ്റ് വന്നു. അപ്പോൾ ഈ കാര്യത്തിൽ അവർക്കൊക്കെ ഇത് ബോധ്യമുണ്ട്. ഞങ്ങൾ സംഘാടക സമിതി രൂപീകരിച്ച് 21-ാം തീയതിയാണ്. അന്ന് ഞാൻ വിൻസെൻ്റ് MLA വിളിച്ചിരുന്നു, ശശി തരൂർ MP വിളിച്ചിരുന്നു, 2 പേരും വന്നില്ല. പിന്നെ വിൻസെൻ്റ് MLA എന്നോട് പറഞ്ഞു ഞാനൊരു സ്ഥലത്ത് പോകേണ്ടെന്ന്, വരില്ല എന്നത് മാന്യമായി പറഞ്ഞിരുന്നു. അതിനുശേഷം സംഘാടക സമിതി ഓഫീസ് ഞങ്ങൾ ഇവിടെ തുറന്നിരുന്നു, കോർപ്പറേഷനും. ആ സമയത്തിന് രണ്ടുപേരും വന്നില്ല. ഇതെല്ലാം പറഞ്ഞ് ഇവർ വിവാദം ഉണ്ടാക്കിക്കൊണ്ട് പോയപ്പോൾ ജനങ്ങളാകെ ഇവർക്ക് എതിരാകുന്ന കണ്ടപ്പോഴാണ് ഈ കാര്യത്തിൽ മറ്റവർക്കൊക്കെ കാര്യം മനസ്സിലായി. ഏത് കാര്യവും നല്ല കാര്യം ആര് ചെയ്താലും നന്മയോടുകൂടി ഇതിനെ കാണാനും അതിനെ അഭിനന്ദിക്കാനും തയ്യാറാകുമ്പോൾ അത് സംസ്കാര സമ്പന്നമായൊരു സമീപനമാണ്. ആ വീക്ഷണമാണ് ഉണ്ടാവുന്നത്. അല്ല, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി കാണുന്ന കാഴ്ചപ്പാടല്ലല്ലോ നമുക്കുള്ളത്. പ്രധാനമന്ത്രിയുടെ നയങ്ങൾക്കെതിരായിട്ടും രാജ്യത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ്മയാണ് ഇന്ത്യ സഖ്യം. അദ്ദേഹം മതനിരപേക്ഷതയല്ല, മതാധിഷ്ഠിത രാഷ്ട്രത്തിൻ്റെ വീക്ഷണമാണ് മുഖ്യമന്ത്രിയായിട്ട് എടുക്കുന്നത്. അതിനോട് നമുക്ക് യോജിപ്പില്ല പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിലേക്ക് നമ്മൾ വരാൻ അതിന് മുൻകൈ എടുത്തത് മൺമറഞ്ഞ സീതാറാം യെച്ചൂരിയായിരുന്നു. ഈ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കണം, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ നിലനിൽക്കണം, ആ മതനിരപേക്ഷയുടെ കാവലാളായി നമുക്ക് മാറണം. അതിനൊരു സഖ്യ വീര്യത്തിലേക്ക് എടുത്ത് ആ മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ മതനിരപേക്ഷതയുടെ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന വീക്ഷണമാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കിച്ച് ആശയപരമായി രൂപം കൊണ്ടത്. അതിപ്പോഴും ആ നിലപാടേ ഉള്ളൂ. അത് കൃത്യമായി പ്രധാനമന്ത്രിയുടെ നിലപാടിനെതിരാണ്, അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കെതിരാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആ ആശയത്തോട് നമുക്ക് ഒരിക്കലും യോജിച്ചില്ല. ഈ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ അബദ്ധമായിട്ട് കാണുന്നു. നിശ്ചയമായും അദ്ദേഹം, ഞാൻ പറയുന്നത്, കുറേ കൂടി രാഷ്ട്രീയമായി വിവേകശാലിയായി മാറണം. എപ്പോഴും താൽക്കാലികമായി ഉണ്ടാകുന്ന വികാരങ്ങൾക്ക് അടിമപ്പെട്ടൊരു ശൈലി സ്വീകരിച്ചു പോകുന്ന ഒരിക്കലും ശരിയല്ല. ഒരു നാടാകെ ഇരമ്പിയാർത്ത് വരുമ്പോൾ ആ ഇരമ്പിയാർത്ത് വരുന്ന നാടിനെ ഒപ്പം നെഞ്ചേറ്റാൻ കഴിയുന്ന വീക്ഷണം ഏതൊരു പൊതുപ്രവർത്തകനും ഉണ്ടാവണം. ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണം. കാരണം ഈ വികസനം ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമല്ല. മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ജനങ്ങളുടെ വിജയമാണ്. അപ്പോൾ ജനങ്ങളുടെ ഈ നാടിൻ്റെ സമ്പത്ത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പദ്ധതി, അതിലൊരു പാർട്ണറെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ പദ്ധതി എല്ലാവരെയും കൂട്ടിച്ചേർത്ത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ ശ്രമിച്ചത്, ആ നടപ്പാക്കിയവരെ അഭിനന്ദിക്കുകയല്ലേ, അതിന് പകരം അവമാനിക്കാവോ? അപ്പോൾ അതുകൊണ്ട് ഇതിനെ നന്മ നിറഞ്ഞ പ്രവൃത്തിയായി കണ്ടിട്ട് അതിനെ അഭിനന്ദിക്കുന്നതാണ് സംസ്കാര സമ്പന്നമായ പൊതുപ്രവർത്തനത്തിൻ്റെ രീതി. അതിന് പകരം ഞങ്ങളെ ക്ഷണിച്ചതിൽ ഇന്ന രൂപത്തിലുള്ള പാകപ്പഴമുണ്ട് അതും ഇതൊക്കെ പറഞ്ഞിട്ട് അതിന് ഒരു ന്യായീകരണം ആരെങ്കിലും അതിനോട് കൂടുമോ? ആരും കൂടുകയെന്നുള്ളത് തെളിവല്ലേ? അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരായിട്ട് ശശി തരൂരും വിൻസെൻറ്റും വരാനിട വന്ന സാഹചര്യം എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ സ്വീകരിച്ച രാഷ്ട്രീയമായ വലിയ അബദ്ധമായി പോയി എന്ന് വേണം പറയാൻ. രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുദ്രാവാക്യം വിളിക്കുകയും BJP അണികളെ അങ്ങനെ ഒരു രീതി, അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതൊരു വളരെ സംഗീതമായ വില കുറഞ്ഞ നിലപാടായി പോയി എന്ന് വേണം പറയാൻ. കാരണം ആ വേദി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിൻ്റെ വേദിയായിട്ടല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് വികസനത്തിൽ രാഷ്ട്രീയമില്ല. അതുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാനും അവിടെ ഇരുന്ന് ആ കാര്യത്തിൽ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കാനും ആർക്കും ആ വേദിയിൽ അവകാശമില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന് പങ്കെടുക്കുന്നൊരു ചടങ്ങിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരും വ്യത്യസ്ത ചിന്താഗതിക്കാരും ഒക്കെ ഉള്ളിടത്ത് അങ്ങനെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി പോയി, അത് അപലനീയമാണെന്നാണ് പറയാനുള്ളത്.